ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബൈപ്പാസിൽ അക്വാ ടണൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവിടെ ഇനാഗ്രേഷനാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അക്വാ ടണൽ വരുന്നത്. സാധാരണയായിട്ട് കൽപ്പറ്റയിലൊക്കെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പകരം ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു പരിപാടി വരുന്നത്. ഒരു അടിപൊളി കാഴ്ചകളൊക്കെയാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കാണാൻ പറ്റുക കോഴിക്കോട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. വയനാട്ടിൽ ഇതുപോലത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. മുന്നുണ്ടായിട്ടുണ്ട്, അത് കൽപ്പറ്റയിലൊന്നും ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ആംബിയൻസൊക്കെ ഇത്ര ഭംഗിയായിട്ട്. അതായത് വയനാട് ഇപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വെക്കേഷൻ, പെരുന്നാൾ, വിഷു, ഈസ്റ്റർ എല്ലാം വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും കുടുംബസമേതം ഒന്നിച്ച് പോയി കാണാൻ പറ്റിയൊരു, അപ്പോൾ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഒരുക്കിയിരിക്കുന്നത് ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇന്നാണ് ശരിക്കും അക്വാ ടണലിൻ്റെ ഇനാഗ്രേഷൻ. MLA സിദ്ദീഖ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം നാളെ മുതൽ 29/3/25 മുതലാണ് ഇത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഏകദേശം 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണേണ്ട ഒരു വർത്തിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പെയാണ് ഇതിപ്പോൾ കയറിയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ വളരെ നമ്മളൊരു അത്ഭുതവഹമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് അവർ പറയുന്ന ഫുൾഫിൽ ആയിട്ടില്ല എന്നാണ് പറയുന്നത്, ഇനി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാ സെറ്റപ്പായിട്ട് മത്സ്യകന്യക അടക്കം അവിടെ റെഡി ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണത്. 2025 ഈ വെക്കേഷനൊക്കെ എല്ലാവർക്കും ഒരു അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ടായിട്ട് മാറും എന്തായാലും, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഇത്രയും ഒരു ബൾക്കായിട്ടുള്ള ഈ ഫിഷിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു അക്വേറിയത്തിൽ, ഇതൊരു അക്വേറിയം എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി വലുതാണ്. ടണലാണ് ശരിക്കും. ഒരു ടണൽ പോലെയാണ്, നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെയല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെയാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച വയനാട്ടിൽ ഫസ്റ്റായിരിക്കും ഇത്രയും വലിയ ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു കാഴ്ച കാണാനും നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ടായി മാറുന്നത്. ഇവിടെയുള്ള മീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്ത ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോയ സമയത്ത് ഈ കുറച്ച്, അതായത് അതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റില്ല. ഇനിയും ഒരുപാട് സെറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തായാലും അടുത്ത ദിവസങ്ങളിലേക്ക് ആകുമ്പോഴത്തേനൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടാകും. മത്സ്യക്കന്യക അടക്കം വരും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടതും ഇനിയും അടുത്തത് എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇനിയും കാണാനുണ്ടാവും നമുക്ക്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കണ്ടു കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ മൊത്തം ഒരു രൂപം കിട്ടുക. അപ്പോൾ അത്രയും അട്രാക്റ്റീവായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈപ്പാസ് ഗ്രൗണ്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് ഫ്ലവർ ഷോയും മറ്റുള്ള ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വയനാട് ഫെസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നതും ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഹാലോവിൻ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ, അവരുടെ ഒരു പ്രസൻസും ഉണ്ട്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്, മീഡിയ വിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വയനാട്ടിലേക്ക് കൂടുതൽ വരുമാനം വരാൻ വേണ്ടിയിട്ടും, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലൂടെ പോയി കഴിഞ്ഞിരുന്നാലും ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് വരുമ്പോൾ വയനാടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറമെ നിന്നുള്ള ആളുകൾ പോലും വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. ഉണ്ടെങ്കിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പം നമ്മൾ പോയപ്പം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഒന്നാമത് നല്ല വെയിലുള്ള സമയമാണ്, അതിൻ്റെ ഇടയ്ക്കൊരു ഇടമഴ വരാറുണ്ട്. ആ മഴയുള്ള സമയത്താണെങ്കിലും നമുക്കൊരു ഷെൽട്ടർ പോലെ ഇതിൻ്റെ ഉള്ളിൽ അകത്ത് കയറി നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി റഷായിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്താ പറയുക അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ഞാനൊക്കെ ഓർക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മീനുകൾ എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ സെറ്റ് ചെയ്തു, ഈ മീനുകളുടെയൊക്കെ പേരെന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലും ഡൗട്ട്സും ഒക്കെ ഉണ്ട്. കാരണം നമുക്കിത് ഇങ്ങനെ നേരിട്ട് കണ്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് റയറാണ് ശരിക്കും. അപ്പം അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് ക്രൗഡ് വരുമ്പോൾ നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു ടണലിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ ടണൽ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും, പിന്നെ വിൽപ്പന കേന്ദ്രം, വിപണന കേന്ദ്രം, അങ്ങനത്തെ പല പദ്ധതികളും ഇതിനകത്തുണ്ട്. ഷോപ്പുകളും പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പല വിധത്തിലുള്ള, കാരണം അതിൽ ഫുള്ളായിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളും വന്നിട്ടുള്ള അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നിന്നിട്ടേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡ് കോർട്ട്, പ്ലേ ഗ്രൗണ്ട്സ്, എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഈ റൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പോർഷനുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് തന്നെ വേറെ ഉണ്ട് കേട്ടോ, ഇതിന് പുറമെയാണത്. അപ്പോൾ ഈ വെക്കേഷൻ മാക്സിമം എന്താ പറയുക ഫുള്ള് നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടായി മാറും വയനാട്ടിൽ, അതും കൽപ്പറ്റയിൽ. അത് തീർച്ചയാണത്. വയനാട്ടിനെ സംബന്ധിച്ച് ഇതൊക്കെ ഫസ്റ്റ് ആയിരിക്കും. പക്ഷേ പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിയ അക്വാടണലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മുടെ വയനാട്ടുകാർക്ക് ഒരു എല്ലാം കൊണ്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിന് പുറമെയാണ് മരണക്കിണർ, യന്ത്രഊഞ്ഞാൽ, പിന്നെ കുട്ടികൾക്കുള്ള മറ്റുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്, പിന്നെ സീക്രട്ട് ഹൗസ്, പിന്നെ മാജിക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു അകത്ത് നിന്ന് പുറത്ത് വരുമ്പോൾ ആ പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു ഭാഗങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ഇപ്പം ഉത്സവ സീസണും കാര്യങ്ങളാണ്. അപ്പോൾ ഉത്സവ സീസണും കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്, എന്ന് പറഞ്ഞാലും മരണക്കിണർ പോലെ ആയാലും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെയുണ്ട് ഈ ഒരു ടണലിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പം പല വിധത്തിലൊരു ഡേ ഫുള്ള് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റുള്ള സ്റ്റാളുകൾ, ഹെൽത്തിൻ്റെ ആയാലും, പിന്നെ വേറെ പല വിധത്തിലുള്ള കുറേ സ്റ്റാളുകൾ ഇവിടെ വരാനുണ്ട്. ഇപ്പോൾ നമ്മളുള്ള 1-2 സ്റ്റാളുകൾ ഇവിടെ എടുത്തിട്ടില്ല, അപ്പുറത്തൊക്കെ കുറേ കാലിയായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അങ്ങ് ലാസ്റ്റിലൊരു സ്റ്റാൾ മാത്രമുണ്ട്. അപ്പോൾ എല്ലാം വന്ന് ഒന്നുകൂടെ നമ്മൾ പോയി കഴിയുമ്പോഴാണ് കറക്റ്റ് ഡീറ്റെയിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നുകൂടെ എല്ലാം തുറന്നതിന് ശേഷം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും. ഇത് ഒരു സ്കാരി ഹൗസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുക കേട്ടോ, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇത് കണ്ടില്ലേ യന്ത്രഊഞ്ഞാലിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുദിനം ഈ ഉത്സവ സീസൺ ആയതുകൊണ്ട് കാണുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നുകൂടെ ഒരു വൈഡായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി മെയിനായിട്ട് കാണാനുള്ളത് മത്സ്യകന്യകയാണ് നമുക്ക് കാണാനുള്ളത്. അതെങ്ങനെയാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത് നമുക്കവിടെ അടുത്ത പോക്കിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ 29/3/25 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.